അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എഡ്യൂഫേസിൻ്റെ സ്കോളർഷിപ്പ് ക്ലാസ്സിൽ ചേർന്ന് HSM സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ക്ലാസ് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും സലാം പറയാണ്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫിഖ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10ാമത്തെ ക്ലാസ്സാണ്. 9 ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, PDF ഒക്കെ പ്രിൻ്റ് എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ സ്കൂൾ പരീക്ഷയാണെന്ന് അറിയാം. കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഉസ്താദേ പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക, ഒഴിവ് സമയം മാക്സിമം ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് ഇതും പരമാവധി പഠിച്ചു പോവുക. കാരണം പരീക്ഷ എല്ലാം കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന മക്കൾ പഠിച്ച് അങ്ങ് എത്തിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര പ്രഷർ വരും, ആകെ ടെൻഷൻ വരും, അത് നിങ്ങളെ പഠനത്തെ വല്ലാതെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പഠനം നടക്കണം, എക്സാമിന് നന്നായിട്ട് പഠിക്കണം, അതോടൊപ്പം തന്നെ സമയം ഉണ്ടാക്കിയിട്ട് പരമാവധി ഇതിനു വേണ്ടിയും പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം അല്ലേ. ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ എന്താണ്, ഫിഖ് ക്ലാസ് 4ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫിഖ് 4ാം ക്ലാസ്സിലെ ഫിഖിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്, 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് എപ്പോഴാണ് എന്നാണ്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് 27ാം രാവിൽ. അപ്പോൾ നുബുവത്തിൻ്റെ 11ാം വർഷമാണ്. റജബ് 27 അറിയാലോ, മിഅറാജ് ദിനമാണ് അല്ലേ. റജബ് 27 മിഅറാജിന് പോയിട്ടാണല്ലോ നിസ്കാരം ഫർളാക്കിയത് അല്ലേ. അപ്പം വർഷം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നുബുവത്തിൻ്റെ 11ാം വർഷം. പിന്നെ റജബ് 27 മറന്നു പോകണ്ട, നമുക്കറിയാം മിഅറാജിൻ്റെ രാവാണ്. അപ്പോൾ റജബ് 27 മറക്കൂല. പിന്നെ നുബുവത്തിൻ്റെ 11ാം വർഷം. ക്ലിയർ ആണല്ലോ. ഇനി നിസ്കാരം നിർബന്ധമാക്കാനുള്ള ഷർത്തുകൾ എത്രയാണ്, നിർബന്ധമാകാനുള്ള ഷർത്തുകൾ എത്രയാണ് 4 ഷർത്തുകളാണ് അല്ലേ. ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാകാൻ 4 ഷർത്തുകളാണുള്ളത്. ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല, വിശദീകരിച്ച് പോകുന്നില്ല. കാരണം എന്താണ്, ഇതന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിട്ട് തന്നെ ചോദ്യം കുറക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് നിങ്ങളെ സമയം കവർന്നെടുക്കുന്നില്ല. ഈ എണ്ണം പഠിച്ചു നോക്കുക. നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ 4. ഇനി ഹൈലോ നിഫാസ ഉള്ള സമയത്ത് നിസ്കരിക്കുന്നതിൻ്റെയും ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെയും വിധി എന്താണ്, ഹറാമാണ്. രണ്ടിനും ഒരേ വിധിയാണ്. എല്ലാവർക്കും അറിയാം ഹൈലോ നിഫാസ് ഉള്ള സമയത്ത് നിസ്കാരം ഹറാമാണ്, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ആ സമയത്ത് നിസ്കാരം ഖളാ വീട്ടലില്ല, ഖളാ വീട്ടേണ്ടതില്ല. പക്ഷെ ഖളാ വീട്ടൽ എന്താണ്, ഹറാമാണ് എന്നുള്ള കാര്യം കൂടെ ശരിക്കും മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർ ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്, അത് വാജിബാണ്, അതിൽ സംശയമില്ല. കാരണം ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെട്ട, നമുക്കറിയാം ബുദ്ധി ഇല്ലാത്തവർ നിസ്കരിക്കേണ്ടതില്ല. പക്ഷെ ലഹരി ഉപയോഗിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെട്ടാൽ ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട്, ആ സമയത്ത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നിസ്കരിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ നിസ്കരിക്കൽ വാജിബ്, ഖളാ വീട്ടൽ വാജിബ്. ഇനി നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, മറവിയും ഉറക്കവുമാണ് കേട്ടോ. അപ്പോൾ മറന്നങ്ങോട്ട് പോയി, ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്തു, എന്തെങ്കിലും കാരണത്താൽ നമ്മളത് പറ്റങ്ങ് മറന്നുപോയി നിസ്കാരത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. ഈ 2 കാരണമല്ലാതെ മറ്റൊരു കാരണവും നിസ്കാരം സമയം വിട്ട് പിന്തിക്കാനുള്ള കാരണമായിട്ട് ഇല്ല. അപ്പോൾ ഏതൊക്കെ കാരണം, മറവി, ഉറക്കം. ഈ ദീനിൻ്റെ തൂണാണ് എന്ത്, നിസ്കാരം. എല്ലാവർക്കും അറിയാലോ അല്ലേ, ദീനിൻ്റെ തൂണ് നിസ്കാരം. അങ്ങനെയാണെങ്കിൽ ദീനിനെ പൊളിച്ചവർ ആരായിരിക്കും, നിസ്കാരം ഒഴിവാക്കിയവർ അല്ലേ. അപ്പോൾ ദീനിനെ പൊളിച്ചവർ ആരാണ്, നിസ്കാരം ഒഴിവാക്കിയവരാണ് ദീനിനെ പൊളിച്ചവർ. നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അത് കൂടാതെ നിസ്കാരം സ്വഹീഹ് ആകാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഷർത്തുകളാണ്. അപ്പോൾ നിസ്കാരത്തിൽ പെട്ടതല്ല, എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവില്ല, സ്വഹീഹാവില്ല അല്ലേ. അതെന്താണ്, ഷർത്തുകളാണ്. ഫറലുകൾ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഫറൽ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ടതാണല്ലോ അല്ലേ. നിയ്യത്ത് വെക്കുക, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതുക, അതൊക്കെ ഫറലാണ്, നിസ്കാരത്തിൽ പെട്ടതുമാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ഔറത്ത് മറക്കുക നിസ്കാരത്തിൽ പെട്ടതാണോ, അല്ലല്ല, അത് നേരത്തെ ചെയ്തു വരണം അല്ലേ. പോരെ തന്നെ ഔറത്തൊക്കെ മറച്ച് വരണം. അപ്പോൾ എന്താണ്, നിസ്കാരത്തിൽ പെട്ടതല്ല, എന്നാൽ അത് കൂടാതെ നിസ്കാരം ശരിയാവോ, ഇല്ല. അപ്പം അങ്ങനത്തിൻ്റെ പേരാണെന്ത്, ഷർത്തുകൾ എന്നത്. ഈ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്, 5. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5ആണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ എന്താണ് ചെയ്യേണ്ടത്, വുളൂ ചെയ്യണം അല്ലേ. ചെറിയ അശുദ്ധി ഉണ്ടായാൽ അശുദ്ധി മാറാൻ വേണ്ടിയിട്ട്, ശുദ്ധിയാകാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, വുളൂ ചെയ്യുക. ഇനി വലിയ അശുദ്ധിയാണെങ്കിലോ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനാണെങ്കിലോ അത് കുളിക്കണം അല്ലേ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കുക, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വുളൂ ചെയ്യുക. ഈ വുളൂവിൻ്റെയും കുളിയുടെയും ഷർത്തുകൾ എത്രയാണ്, 5ആണ്. വുളൂവിൻ്റെയും കുളിയുടെയും ഷർത്തുകൾ 5. തനിയെ ശുദ്ധിയുള്ളതും
മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളം ഏതാണ്? അത് ത്വഹൂറായ വെള്ളമാണ്. തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് ത്വഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ഈ 2 കൊല്ലത്ത് എത്ര ലിറ്ററാണ്? 200 ലിറ്ററാണ്. അപ്പം ഇത് ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2 കൊല്ലത്ത് എത്ര ലിറ്ററാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ലിറ്ററാണ്? 200 ലിറ്റർ എന്ന് ധൈര്യമായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. 2 കൊല്ലത്ത് 200 ലിറ്റർ. ഇനി ഫർള് നിസ്കാരങ്ങൾ, സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവയ്ക്ക് സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ടവരാരാണ്? നിത്യാശുദ്ധിയുള്ളവരാണ്. അപ്പോൾ ഫർള് നിസ്കാരങ്ങൾ ഉണ്ടാവും അല്ലേ? ഫർള് നിസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പ് നിത്യാശുദ്ധിയുള്ളവർ വുളൂ ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് നിത്യാശുദ്ധിയാണ്, സ്ഥിരമായ മൂത്രവാർച്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ നേരത്തെ വുളൂക്ക് തയ്യാറായി നിൽക്കുക, എന്നിട്ട് വീണ്ടും ഈ മൂത്രം കാരണമായിട്ട് വീണ്ടും അശുദ്ധി ഉണ്ടാവുക അല്ലെ, നജസ് ഉണ്ടാവുക. അത് ശരിയാവോ? ഇല്ല. അതുകൊണ്ട് ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഈ സമയം നിർണ്ണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, ഇതിനൊക്കെ സമയമായ ശേഷം മാത്രം വുളൂ എടുക്കേണ്ടവരാരാണ്? നിത്യ അശുദ്ധിയുള്ളവരാണ്. ഇനി വുളൂവിൻ്റെ ഫർളുകൾ എത്രയാണ്? 6 അല്ലേ? വുളൂവിൻ്റെ ഫർളുകൾ എത്രയാണ്? 6. വുളൂ ചെയ്യുമ്പോൾ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാവുകയില്ല. ആര്? നിത്യാശുദ്ധിയുള്ളവർ. അപ്പോൾ നിത്യാശുദ്ധിയുള്ളവരാണെങ്കിൽ എന്താണ്? അശുദ്ധിയെ ഉയർത്തുന്നു അല്ലേ? അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാവില്ല. കാരണം എന്താണ്? അവരുടെ അശുദ്ധി എന്ത് ചെയ്യുന്നില്ല? നീങ്ങുന്നില്ല. വീണ്ടും അവർക്ക് അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വുളൂ ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറം എല്ലാ ഭാഗത്തും അല്പം കൂടി കഴുകുന്നതിൻ്റെ വിധി എന്താണ്? അത് നിർബന്ധമാണ്. ഇപ്പോൾ വുളൂ ചെയ്യുമ്പം നമുക്കറിയാം മുഖം കഴുകലാണ് നിർബന്ധം. പക്ഷെ മുഖം ശരിക്ക് കഴുകപ്പെടണമെങ്കിൽ, എല്ലാ ഭാഗവും മുഖം പൂർണ്ണമായിട്ടും കഴുകപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് മുഖത്തിൻ്റെ പരിധിക്ക് പുറത്തുള്ള ഭാഗം കൂടി കഴുകേണ്ടി വരും. അങ്ങനെ കഴുകൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോഴാണ് മുഖം പൂർണ്ണമായിട്ടും കഴുകപ്പെടുക. അത് മുഖത്തിന് മാത്രം ബാധകമായതാണോ? അല്ല. കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ അല്ലേ, അതൊക്കെ കഴുകുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? അല്പം കയറ്റി കഴുകണം അല്ലേ? അപ്പോൾ വുളൂ ചെയ്യുമ്പോൾ മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറം എല്ലാ ഭാഗത്തും അല്പം കൂടി കഴുകുന്നതിൻ്റെ വിധി നിർബന്ധം. അതുപോലെ തന്നെ കൈ കാലുകൾ കഴുകുമ്പോൾ അതിർത്തിക്ക് അപ്പുറം അല്പം കഴുകൽ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. ഈ വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എത്രയാണ്? 5 കാരണങ്ങളാണ് വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ. എത്രയാണ്? 5 കാരണങ്ങളാണ് വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം ഏതാണ്? അത് ഹയലാണ്. ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹയല്. ഹയലിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ്? 1 ദിവസമാണ് അല്ലേ? ചുരുങ്ങിയ സമയം 1 ദിവസം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്, നല്ല പഠിക്കുന്ന മക്കളാണ് എല്ലാവരും എഴുതുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അറിയാത്തതുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ ഹൈദിൻ്റെ സാധാരണ സമയം എത്രയാണ്? 6 7 ദിവസം അല്ലേ? 6 7 ദിവസമാണ് സാധാരണ സമയം. കൂടിയ ദിവസം എത്രയാണ്? 15 ദിവസം അല്ലേ? 15 എന്ന് പറഞ്ഞാൽ 15 ദിവസം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂടിയത് 15 ദിവസം. ഇനി പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ഏതാണ്? അത് നിഫാസാണ്. പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് രക്തം എന്ന് പറയുന്നത്. നിഫാസിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ്? അല്പസമയമാണ്. ഹൈലിൻ്റെ നമ്മൾ പറഞ്ഞു ചുരുങ്ങിയത് 1 ദിവസമാണ്. ഇനി നിഫാസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചുരുങ്ങിയ സമയം എത്രയാണ്? അല്പസമയമാണ്, ഏറ്റവും ചുരുങ്ങിയത്. ഇനി സാധാരണ സമയം എത്രയാണ്? അത് 40 ദിവസമാണ്. ഹൈൽ നമ്മൾ പറഞ്ഞ എത്രയാണ്? 6 7 ദിവസം. നിഫാസിലേക്ക് വരുമ്പോഴോ 40 ദിവസം. ഇനി നിഫാസിൻ്റെ അധികരിച്ച സമയം എത്രയാണ്? 60 ദിവസമാണ്. അപ്പോൾ ഹൈദിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 15 ദിവസമാണ്. നിഫാസിലേക്ക് വരുമ്പോൾ 60 ദിവസമാണ് അധികരിച്ച സമയം. നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണെന്ത്? കുളി എന്ന് പറയുന്നത് അല്ലേ? നിയത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? കുളി എന്ന് പറയാം. കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2 ആണ് അല്ലേ? കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2 ഫർളുകളാണ് കുളിക്കുള്ളത്. കുളിയുടെ നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ്? കുളിയുടെ ആദ്യത്തിലാണ് കേട്ടോ. കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കാൻ തുടങ്ങുമ്പം ഫർള് കുളിക്കുമ്പോൾ സുന്നത്തായ കുളികളൊക്കെ ആണെങ്കിലും കുളിയുടെ ആദ്യ ഘട്ടത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മൾ നിയ്യത്ത് വെക്കാം, പിന്നെ പകുതിക്ക് നമ്മൾ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് കഴുകിയ ഭാഗങ്ങളൊക്കെ വീണ്ടും കഴുകേണ്ടതായിട്ട് വരും. പക്ഷേ വുളൂവിന് നമ്മൾ പറഞ്ഞു മുഖം കഴുകുന്ന സമയത്താണ് നിയ്യത്ത് വെക്കേണ്ടതിന് മുമ്പ് കൈകളൊക്കെ നമ്മൾ സുന്നത്തായിട്ട് കഴുകുന്നുണ്ട് അല്ലേ? പക്ഷേ കുളിയുടെ കാര്യത്തിൽ നിയ്യത്ത് വെക്കേണ്ടത് ആദ്യത്തിലാണ്. റമളാനിലെ എല്ലാ രാത്രിയിലും സുന്നത്താകുന്ന എന്താണ്? അത് കുളിക്കലാണ്. റമളാനിലെ എല്ലാ രാത്രിയിലും സുന്നത്താകുന്ന ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറയുന്നത്. നായയും പന്നിയും അവയിൽ നിന്ന് ജന്മം കൊണ്ടതും അല്ലാത്ത ശവങ്ങളുടെ തോൽ ശുദ്ധിയാകുന്നത് എങ്ങനെയാണ്? ഊറക്കിടൽ കൊണ്ട്. അപ്പോൾ നായ പന്നി അവയുടെ ശവങ്ങളുടെ തോൽ എന്ത് ചെയ്യില്ല? ശുദ്ധിയാവുകയില്ല. അതല്ലാത്ത നായ പന്നിയല്ല, അവയിൽ നിന്ന് ജന്മം കൊണ്ട സങ്കര ഇനങ്ങൾ അല്ലേ, അതും കൂടെ മിക്സ് ആയിട്ടുള്ള നായയും പന്നിയും അല്ല എന്ന് തോന്നിക്കുന്നത്
ആണെങ്കിലും അവയിൽ നിന്ന് ജന്മം കൊണ്ടതാണെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ തോൽ എന്താവില്ല, ആ ശവങ്ങളുടെ തോൽ ശുദ്ധിയാവില്ല. അപ്പോൾ നായ, പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ട ജീവികൾ. ഇതല്ലാത്ത സാധാരണ നമ്മൾ ആട് അല്ലേ, കുതിര, പശു ഇങ്ങനെയൊക്കെയുള്ള ജീവികളുടെ ശവങ്ങളുടെ തോല് അല്ലേ, അത് ശുദ്ധിയാകുന്നത് എങ്ങനെയാണ്? ഊറക്കിടൽ കൊണ്ടാണ്. ഈ ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകുന്നത് എങ്ങനെയാണ്? സ്വയം സുർക്കയാകൽ കൊണ്ടാണ്. ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകുന്നത് എങ്ങനെയാണ്? സ്വയം സുർക്കയാകൽ കൊണ്ടാണ്. മറയോടുകൂടെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? അത് കറാഹത്താണ്. മറയുണ്ടെങ്കിൽ തന്നെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യൽ എന്താണ്? കറാഹത്താണ്. മറയില്ലാതെയാണെങ്കിലോ ഹറാമാണ്. മറയില്ലാതെ കിബിലക്ക് നേരെ അല്ലെ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജനം ചെയ്യൽ, ഒരു മറയുമില്ലെങ്കിൽ അത് ഹറാമാണ്. മറയുണ്ടെങ്കിൽ കറാഹത്താണ്. ഈ മറയില്ലാതെ അതിന് തയ്യാറാക്കപ്പെട്ട സ്ഥലമാണെങ്കിലോ അവിടെ കറാഹത്താണ്. അപ്പം മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. അവിടെ പ്രത്യേകിച്ച് മറയൊന്നുമില്ല, എന്നാലും അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട സൗകര്യപ്പെടുത്തിയ ഒരു സ്ഥലമാണെങ്കിൽ മറ ഇല്ലെങ്കിൽ അവിടെ എന്താകും? കറാഹത്താണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? മറയില്ലാത്ത ഒരു സ്ഥലം, ഒരു മറയൊന്നുമില്ല, തൽക്കാലം ഒന്ന് വിസർജിക്കാൻ വേണ്ടി മൂത്രമൊഴിക്കാനൊക്കെ വേണ്ടി സൗകര്യപ്പെടുത്തിയ ഒരു ചെറിയ സ്ഥലമാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറയില്ലെങ്കിലും അതിനുവേണ്ടി തയ്യാറാക്കിയതാണെങ്കിൽ കുഴപ്പമില്ല, കറാഹത്താണ്, ഹറാമ് വരുന്നില്ല. ഇനി പള്ളി, എല്ല്, ഖബറ്, ഭക്ഷ്യവസ്തുക്കൾ, ബഹുമാനിക്കപ്പെടുന്നവ എന്നിവയുടെ മേൽ വിസർജിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. സംശയമൊന്നുമില്ല. ഇപ്പോൾ പള്ളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, പള്ളിയിലൊക്കെ വിസർജിക്കൽ ഹറാമാണ്. നീ എല്ല് പള്ളി തരാതെ എല്ല്, ഖബറ് എന്നൊക്കെ പറഞ്ഞ് തന്നാലോ, എല്ല് എന്നൊക്കെ പറഞ്ഞ് തന്നാലോ അപ്പോൾ കറാഹത്ത് എന്ന് എഴുതി വെക്കരുത്. എന്താണ്? ഹറാമാണ്. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എല്ല് മറ്റ് പല ജീവികളുടെയും ഭക്ഷണമാകാം. അപ്പം പള്ളി, എല്ല്, ഖബറ്, ഭക്ഷ്യവസ്തുക്കൾ, ബഹുമാനിക്കപ്പെടുന്നവ എന്നിവയുടെ മേൽ വിസർജിക്കൽ എന്താണ്? ഹറാമാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലം, ഇവിടെയൊക്കെ വിസർജിക്കൽ എന്താണ്? അത് കറാഹത്താണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ തന്നിട്ട് ചോദിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾ കറാഹത്ത് എന്ന് പറയണം. എന്തൊക്കെയാണ്? കെട്ടി നിൽക്കുന്ന വെള്ളം കറാഹത്താണ്, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലം, ഇവിടെയൊക്കെ മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ കാഷ്ടിക്കുക ഒക്കെ എന്താണ്? അതൊക്കെ കറാഹത്താണ്. ഇനി ബഹുമാനിക്കപ്പെടുന്നവ, ഭക്ഷ്യവസ്തു, എല്ല് മുതലായവ കൊണ്ട് ശൗചം ചെയ്യലും എന്ത് തന്നെയാണ്? വൃത്തിയാക്കലും എന്ത് തന്നെയാണ്? ഹറാമാണ്. ഇതിൻ്റെയൊക്കെ മുകളിൽ വിസർജിക്കൽ ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്? ഒരു ഭക്ഷ്യവസ്തുണ്ട്. അപ്പോൾ നമ്മൾ മൂത്രമൊഴിച്ചതിനൊക്കെ ശേഷം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു അല്ലേ, അങ്ങനത്തെ വസ്തുവോ അല്ലെങ്കിൽ എല്ലോ അല്ലെ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന മറ്റ് വസ്തുക്കൾ കൊണ്ടൊക്കെ ശൗചം ചെയ്യൽ, വൃത്തിയാക്കൽ അല്ലെ, ഇസ്തിൻജ ചെയ്യൽ എന്താണ്? ഹറാമാണ്. കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കുന്നതിൻ്റെ വിധിയും എന്ത് തന്നെയാണ്? കറാഹത്താണ്. അപ്പോൾ ഒരു കാരണമില്ലാതെ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ ഒരു കാരണമില്ല, അപ്പോൾ നമുക്ക് അസുഖം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബാൻഡേജ് ഇടുകയോ കെട്ടുകയൊക്കെ ചെയ്തിട്ടൊന്നുമില്ല, ഒരു കാരണവുമില്ല. അങ്ങനെ ഒരു കാരണവുമില്ലാതെ നമ്മൾ വലത് കൈകൊണ്ട് ശുദ്ധിയാക്കൽ എന്താണ്? കറാഹത്താണ് എന്ന കാര്യം പഠിക്കുക. നിയത്തോടു കൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കുന്നതിന് എന്താ പറയുക? തയമ്മും എന്നാണ് പറയുക. അപ്പം നിയത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും മണ്ണ് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുക? തയമ്മും എന്ന് പറയുക. ഒരു തയമ്മും കൊണ്ട് നിസ്കരിക്കാവുന്ന ഫർളുകൾ എത്രയാണ്? ഒന്നാണ്. അപ്പോൾ തയമ്മും ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു തയമ്മും കൊണ്ട് എത്രയും നിസ്കരിക്കാവുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? മയ്യത്ത് നിസ്കാരം, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഫർള് നിസ്കാരമാണ് ഒന്ന് അല്ലെ, 5 വക്ത നിസ്കാരങ്ങളിൽപ്പെട്ട നിസ്കാരങ്ങളാണെങ്കിൽ ഒന്ന് മാത്രം നിസ്കരിക്കുക. പിന്നെ മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? എത്ര നിസ്കാരം വേണമെങ്കിലും ഒരു തയമ്മും കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. പുരുഷന്മാർ പട്ട് ധരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അറിയാലോ, പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല. പുരുഷന്മാർ പട്ട് ധരിക്കൽ ഹറാമാണ്. ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കണം, പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട്, വൃത്തിയില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് വസ്ത്രം ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യും? നിസ്കരിക്കാതിരിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഔറത്ത് മറക്കാതെ നിസ്കരിക്കുകയാണോ വേണ്ടത്? അവിടെ നഗ്നനായിട്ട് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നഗ്നനായിട്ടാണെങ്കിലും നിസ്കരിക്കണം. കാരണം വേറെ ആരും ഇല്ലല്ലോ, ഒറ്റക്ക് മാത്രമാണ്, വേറെ ആരും ഇല്ല. അങ്ങനെ ആ സമയത്ത് നഗ്നനായിട്ടാണെങ്കിലും നിസ്കരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? നിസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല?
നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല അല്ലേ? നമുക്കറിയാം കണ്ണുകൊണ്ടാണെങ്കിലും ഹൃദയം കൊണ്ടാണെങ്കിലും മരണം വരെയും നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിച്ചു കൊണ്ടിരിക്കണം. കാരണം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന പടച്ചോനെ അള്ളാഹുവിനെ ഓർക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ നിസ്കരിക്കുന്ന നല്ല മക്കളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നിലനിർത്തുക കേട്ടോ, ഇൻഷാ അള്ളാ. ഇനി പിന്നീട് മടക്കി നിസ്കരിക്കണോ വേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പുറത്ത് മറക്കാവുന്ന ഒന്നും കിട്ടാതെ നഗ്നരായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ട? പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതാണ്? സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണ് അല്ലേ? അപ്പോൾ ഒരുപാട് വൈകാൻ നിൽക്കാതെ സമയത്തിൻ്റെ ആദ്യം നിസ്കരിക്കലാണ് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യം തന്നെ നിസ്കരിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി കാരണം മുൻഗണനതല്ലാത്ത സുന്നത്ത് നിസ്കാരം. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ അല്ലേ? പള്ളിയിൽ കയറിയാൽ സുന്നത്ത് നിസ്കാരമുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ കയറിയതിൻ്റെ പിന്നെന്താ പറയുക, തഹയ്യത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അതെന്താണ്? കാരണം മുൻഗണനതാണ്. കാരണം നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ കാരണം വന്നു അല്ലേ? പള്ളിയിൽ കയറിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുക. അപ്പോൾ നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായതാണ്? കാരണം ഉണ്ടായതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കാരണം മുൻഗണനതല്ലാത്ത നിസ്കാരം അല്ലാത്ത സുന്നത്ത് നിസ്കാരം തെഹരീമിൻ്റെ കറാഹത്താകുന്ന സമയം ഏതാണ്? അപ്പോൾ കാരണം മുൻഗണന അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അത് തെഹരീമിൻ്റെ കറാഹത്താകുന്ന സമയം ഏതാണ്? അത് സുബ്ഹ് നിസ്കരിച്ച ശേഷം സൂര്യൻ 7 മുഴം ഉയരുന്നത് വരെ. അപ്പോൾ കാരണം മുൻഗണന അല്ലാത്ത സുന്നത്ത് നിസ്കാരം അങ്ങനെയുള്ള നിസ്കാരങ്ങൾ തെഹരീമിൻ്റെ കറാഹത്താകുന്ന സമയമാണ്. ഒന്ന്, സുബ്ഹി നിസ്കരിച്ച ശേഷം സൂര്യൻ 7 മുഴം ഉയരുന്നത് വരെ, ഏകദേശം ഒരു 16 മിനിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ സുബ്ഹി നിസ്കരിച്ചാൽ പിന്നെ വേറെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. മനസ്സിലായി? ഇനി കാരണം മുൻഗണന സുന്നത്ത് നിസ്കാരം ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചു, അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ പോയി, പിന്നെ തിരിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് വീണ്ടും പള്ളിക്ക് കയറുകയാണ്. അപ്പം പള്ളിയിൽ കയറിയതിൻ്റെ ഒരു തഹയ്യത്ത് നിസ്കാരം ഉണ്ടാകും. അപ്പം എന്താണ്? പിന്നെ കാരണം മുൻഗണന ആണല്ലോ അല്ലേ? പള്ളിയിൽ കയറി എന്നുള്ള കാരണം കൊണ്ടാണ് ആ സുന്നത്ത് നിസ്കാരം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം മുൻഗണനതാണ്. നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കാരണം ഉണ്ടായതാണ്. അങ്ങനത്തെ ഒന്നുമല്ല. അപ്പം എന്താ പറയുക, മുത്തലക്കൻ അല്ലെ, നിരുപാധികം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ് അല്ലേ? വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അതിന് കാരണം മുൻഗണന ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കാരണം മുൻഗണന അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ തഹരീമിൻ്റെ കറാഹത്ത് അഥവാ ഹറാമിനോട് അടുത്ത കറാഹത്ത്, ഹറാമ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കറാഹത്ത്. അപ്പോൾ അങ്ങനത്തെ കറാഹത്ത് തഹരീമിൻ്റെ കറാഹത്താകുന്ന സമയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യൻ 7 മുഴം ഉയരുന്നത് വരെ, അഥവാ ഏകദേശം 16 മിനിറ്റ് വരെ. പിന്നെ ഒരു കാരണവുമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അഥവാ കാരണം മുൻഗണന സുന്നത്ത് നിസ്കാരം പാടില്ല, ഒരു സമയം കേട്ടോ. 2, അസർ നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ ഈ സമയത്തൊന്നും ഖളാ ആയ ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. കാരണം മുൻഗണനതല്ലാത്ത സുന്നത്ത് നിസ്കാരം പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസർ നിസ്കരിച്ച ശേഷം, അസർ നിസ്കരിച്ച് കഴിഞ്ഞു, എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നവരെ പിന്നെ കാരണം മുൻഗണനതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല. വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയം. അപ്പോൾ ഈ സമയത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കാരണം മുൻഗണനതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഇനി ഏത് സമയത്തും ഏത് നിസ്കാരവും നിർവഹിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് മക്കളെ. അതേതാണെന്നറിയോ? മക്കയിലെ ഹറമാണ്. അപ്പോൾ അവിടെ അസറിന് ശേഷമാണോ അല്ലെങ്കിൽ പിന്നെ സുബഹിക്ക് ശേഷമാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് എപ്പോഴാണോ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നത്, അവസരം കിട്ടുന്നത്, ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാം അല്ലേ? അപ്പം അവിടെയൊക്കെ പോയിട്ട് നിസ്കരിക്കാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ കേട്ടോ. ദുആ ചെയ്യാം. അതിന് അടുത്ത എന്താണ്? നിസ്കാരത്തിൻ്റെ കൽബിയായ ഫർള് ഏതാണ്? നിയ്യത്ത് അല്ലേ? നിസ്കാരത്തിൻ്റെ കൽബിയായ ഫർള് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? നീയത്താണ് അല്ലേ? നീയത്താണ് നിസ്കാരത്തിൻ്റെ കൽബിയായ ഫർള്. കൗലിയായ ഫർളുകളുടെ എണ്ണം എത്രയാണ്? 5 ഫർളുകളാണ് കൗലിയായിട്ടുള്ളത് കേട്ടോ. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ കൗലിയായ ഫർളുകൾ 5 എണ്ണം. ഇപ്പോൾ എത്ര എണ്ണമായി? നിസ്കാരത്തിൻ്റെ കൽബിയായ ഒരു ഫീൽ ഒന്ന്, കൗലിയായത് 5. അപ്പോൾ 5 + 1 6 ഫീലുകൾ കഴിഞ്ഞു, 6 ഫർളുകൾ കഴിഞ്ഞു. ഇനി ആകെയുള്ള 14 ബാക്കിയുള്ളത് 8 എണ്ണം എന്താണ്? അത് ഫിഅലിയായ ഫർളാണ്. അപ്പം കൗലിയായത് 5, കൽബിയായത് 1, ഫിഅലിയായത് എത്രയാണ്? 8. ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ഫർളുകളെ 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി നബിമാരുടെയോ ഔലിയാക്കളുടെയോ അതുപോലുള്ളവരുടെയോ ഖബറിന് മുന്നിട്ട് ബർക്കത്ത് ഉദ്ദേശിച്ച് ബഹുമാനിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണ്. അപ്പോൾ നമ്മൾ സിയാറത്തൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്പിയാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യും, ഔലിയാക്കളുടെ മഹാന്മാരുടെയൊക്കെ ഖബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഖബറിൻ്റെ മുന്നിട്ടുകൊണ്ട് ഖബറിൻ്റെ അടുത്ത് നിന്ന് ഖബറിന് മുന്നിട്ട് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്
ബഹുമാനിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന വിധി എന്താണ്? ഹറാമാണ്. ആ ഖബറിൻ്റെ അടുത്ത് വെച്ച് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കൽ അവിടെ എന്താണ്? ഹറാമാണ്. ബർക്കത്ത് എടുക്കാം, തബറുക്ക് കൊടുക്കാം, ചുംബിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവിടെ നിസ്കരിക്കൽ എന്താണ്? ഹറാമാണ്. നിസ്കാരത്തിൽ സംഭവിച്ച ചില ന്യൂനതകൾ പരിഹരിക്കാൻ സലാമിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യുന്ന സുജൂദിൻ്റെ പേരെന്താണ്? അതാണ് സഹ്വിൻ്റെ സുജൂദ് അല്ലേ? നിസ്കാരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സലാമിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യുന്ന സുജൂദിൻ്റെ പേരാണ് സഹ്വിൻ്റെ സുജൂദ്. സഹ്വിൻ്റെ സുജൂദിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. അത് നിർബന്ധമൊന്നുമില്ല അല്ലേ? നിസ്കാരത്തിൽ നമ്മൾ ചെറിയ ന്യൂനതകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സുന്നത്തുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ നിർബന്ധം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? സുന്നത്താണ്. ഈ നിസ്കാരത്തിലെ ചില പ്രധാന സുന്നത്തുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അബ്ആൽ സുന്നത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിസ്കാരത്തിലെ ചില പ്രധാന സുന്നത്തുകളാണ് അബ്ആൽ സുന്നത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താലാണ്. അതായത് ഒരാൾക്ക് നമ്മൾ പറഞ്ഞു സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ചോദിക്കും, എപ്പോഴാണ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാവുക? അങ്ങനെ ഉണ്ടാവും. സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാകുന്നത് അതെപ്പോഴാണ്? ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താലാണ്. അപ്പോൾ ഇമാം എന്താണോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഇമാം നേതൃത്വം നൽകുന്ന ആളാണ്. നേതാവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് പിന്നിലുള്ള അണികൾക്ക് നിർബന്ധമായ കാര്യം. അപ്പോൾ നമ്മൾ മറന്നോ ഇല്ലയെന്നൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ അവസാനത്തെ റക്അത്തിലേക്ക് ഇമാമിനെ തുടർന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇമാം എന്തെങ്കിലും മറന്നതിൻ്റെ പേരിൽ ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്തോ നമ്മളും ചെയ്യുക. മനസ്സിലായോ? അപ്പം എപ്പോഴാണ് ഒരാൾക്ക് സഹ്വിൻ്റെ സുജൂദ് നിർബന്ധമാകുക എന്ന് ചോദിച്ചാൽ ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താലാണ്. ഇനി ഫറലായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ഫറൽ നിസ്കാരം കേട്ടോ. ഫറലായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫറൽ നിസ്കാരമാണ്. ഇനി സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? സുന്നത്ത് നിസ്കാരം. ഫറലായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫറൽ നിസ്കാരം, സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരം. റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്താണ്? 22 അല്ലേ? 5 വക്ത നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്താണ്? 22 റക്അത്താണ് റവാത്തിബ് സുന്നത്തുകൾ. നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ആകെ 22 റക്അത്ത്. റവാത്തിബ് സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളി മക്കളെ. ഒന്ന് ലുഹറിൻ്റെ മുമ്പും ശേഷവും 4, മുമ്പ് 4, ശേഷം 4, 8 കണ്ട. അപ്പം 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമ്മൾ പറയാൻ പോവാണ്. ലുഹറിൻ്റെ മുമ്പ് 4, ശേഷം 4, 8. അസറിൻ്റെ മുമ്പ് 4 എത്രയായി? 12 അല്ലേ? 12. ഇനി മഗ്രിബ് ഇശാ എന്നിവയുടെ മുമ്പും ശേഷവും ഈ 2 റക്അത്ത്. മഗ്രിബിൻ്റെ മുമ്പ് 2, ശേഷം 2. ഇശായിൻ്റെ മുമ്പ് 2, ശേഷം 2. അപ്പം മഗ്രിബിൻ്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബുമായി ബന്ധപ്പെട്ടിട്ട് 4. ഇശായിൻ്റെ മുമ്പ് 2, ശേഷം 2, ഇശാവുമായി ബന്ധപ്പെട്ട് 4. ഇപ്പം എത്രയായി? ളുഹറിൻ്റെ മുമ്പും ശേഷവുമുള്ള 8, അസറിൻ്റെ മുമ്പുള്ള 4, 12, 12ഉം 8ഉം 20 ആയി അല്ലേ? ഇനി ആകെ ബാക്കിയുള്ള 2 ഏതാണ്? പിന്നെ സുബഹിൻ്റെ മുമ്പ് 2. അങ്ങനെ 22 റക്അത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകളായിട്ട് ഉള്ളത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. മുമ്പും ശേഷവും ഓരോ വക്തിൻ്റെയും മുമ്പും ശേഷവും എത്രയാണുള്ളതെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി ഇതിൽ ശക്തിയായ സുന്നത്തുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ നോക്കിക്കോളി. സുബഹിയുടെ മുമ്പ് 2 ശക്തിയായ സുന്നത്താണ് കേട്ടോ. സുബഹിയുടെ മുമ്പ് 2 ശക്തിയായ സുന്നത്താണ്. ളുഹറിൻ്റെ മുമ്പും ശേഷവും 2 വീതം. അതെന്താണ്? ശക്തിയായ സുന്നത്താണ്. അപ്പം ളുഹറിൻ്റെ മുമ്പും ശേഷവും 4 വീതമാണ് പിന്നെ റവാത്തിബ് സുന്നത്തിൽ വരുന്നത്. അതിൽ ശക്തിയായ സുന്നത്ത് മുമ്പും ശേഷവും 2 റക്അത്ത് വീതമാണ്. അസറിന് മുമ്പോ ശേഷമോ എന്തില്ല? ശക്തിയായ സുന്നത്തിൽ. അസറിന് ശേഷം സുന്നത്തില്ല. അസറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ശക്തിയായ സുന്നത്തില്ല. പിന്നെ മഗ്രിബ് ഇശാ എന്നിവയ്ക്ക് ശേഷമുള്ള 2 റക്അത്തും എന്താണ്? ശക്തിയായ സുന്നത്താണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി. ഒന്ന് സുബഹിയുടെ മുമ്പ് 2, സുബഹിക്ക് ശേഷം ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ സുബഹിക്ക് മുമ്പുള്ള 2 ശക്തമായ സുന്നത്തുള്ളതാണ്. പിന്നെ ലുഹറിൻ്റെ മുമ്പും ശേഷവും 2 വീതം. അപ്പോൾ ഈ ശക്തിയായ സുന്നത്ത് മുമ്പും ശേഷവുമുള്ളത് ഇതിന് മാത്രമാണ്? ലുഹറിന് മാത്രമാണ്. മുമ്പും 2, ശേഷവും 2 ശക്തിയായ സുന്നത്ത്. മഗ്രിബിനും ഇശായിനും ശേഷം 2 റക്അത്താണ് ശക്തിയായ സുന്നത്തുള്ളത്. ഓക്കെ. ഇനി റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണെന്നറിയോ? അത് വിത്തർ നിസ്കാരമാണ്. അപ്പോൾ 5 വക്ത നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്തുകൾ. അതിനേക്കാൾ പുണ്യമുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്തർ നിസ്കാരം എന്ന് പറയുന്നത്. ഇനി വിത്തർ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹി വരെ. ഇശാ നിസ്കരിച്ചിട്ട് സുബ്ഹി വരെയുള്ള സമയത്ത് നമുക്ക് എന്ത് നിസ്കരിക്കാം? വിത്തർ നിസ്കരിക്കാം. ഇനി വിത്തറിൻ്റെ ചുരുങ്ങിയ റക്അത്ത് എത്രയാണെന്നറിയോ? അത് 1 റക്അത്താണ്. വിത്തറിൽ നിന്ന്
നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. വിത്റിൻ്റെ കൂടിയ റക്അത്ത് എത്രയാണ്? 11 റക്അത്താണ്. അപ്പോൾ വിത്റിൻ്റെ ചുരുങ്ങിയത് 1, കൂടിയത് 11. ഇനി വിത്റിൻ്റെ പരിപൂർണതയിൽ കുറഞ്ഞത് എത്രയാണ്? അപ്പോൾ 1 നിസ്കരിച്ച് കഴിഞ്ഞാൽ വിത്ർ നിസ്കരിച്ചു എന്ന് പറയാം. പക്ഷേ വിത്റിൻ്റെ പരിപൂർണമായ വിത്റിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? അത് 3 ആണ്. ചിലപ്പോൾ ചോദിക്കും വിത്റിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ പരിപൂർണമായ വിത്ർ നിസ്കാരത്തിൻ്റെ കുറഞ്ഞത് എത്ര റക്അത്താന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 3 എന്ന് പറയാം. ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? അത് 1 എന്ന് പറയാം. അപ്പോൾ 1 ഒരു പരിപൂർണതയിലേക്ക് എത്തൂല. പരിപൂർണതയിൽ കുറഞ്ഞത് എത്രയാണ്? അത് 3 റക്അത്ത്. വിത്റിൻ്റെ അവസാനത്തെ 3 റക്അത്തുകളിൽ ആദ്യത്തേതിൽ ഓതൽ സുന്നത്തായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ അഅലയാണ് അല്ലേ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറയുന്ന ആ സൂറത്താണ് വിത്റിൻ്റെ അവസാനത്തെ 3 റക്അത്ത്. അപ്പോൾ വിത്ർ ഒരാൾ 11 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 8 റക്അത്ത് കഴിഞ്ഞ് അവസാനത്തെ 3 റക്അത്ത് ഉണ്ടാവുമല്ലോ. ആ 3 റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഏത് ഓതുക? സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് ഓതുക. ഓക്കെ, 9ാമത്തെ റക്അത്തിൽ. ഇനി 11 റക്അത്ത് നിസ്കരിക്കുന്ന ആളുടെ 9ാമത്തെ റക്അത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവസാനത്തെ 3 റക്അത്ത്. ഇനി ആകെ 3 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിലും ഈ അവസാനത്തെ 3ൽപ്പെട്ട 1ാമത്തേതിൽ എന്ത് ഓതൽ സുന്നത്താണ്? സൂറത്തുൽ അഅല. ഇനി 2ാമത്തേതിൽ സുന്നത്തായത് ഏതാണ്? സൂറത്തുൽ കാഫിറൂൻ അല്ലേ? യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ എന്ത് ചെയ്യാം? 2ാമത്തെ റക്അത്തിൽ ഓതുക. 3ാമത്തേത് ഏതാ ഓതേണ്ടത്? ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും. അപ്പോൾ റമളാനിലൊക്കെ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലേ? പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ വിത്ർ നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തിൽ ഉസ്താദുമാർ ഇമാം ഓതുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തേതിൽ സബ്ബിഹിസ്മോതും, 2ാമത്തേതിൽ കാഫിറൂനോതും, 3ാമത്തേതിൽ എന്തൊക്കെ ഓതണം? ഇഖ്ലാസ് ഓതണം, മുഅവ്വിദത്തൈനി അല്ലേ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് 3ഉം അവസാനത്തെ റക്അത്തിൽ ഓതുക. ഇതാണ് വിത്റിലെ അവസാനത്തെ 3 ഓതൽ സുന്നത്തായ സൂറത്തുകൾ. ഇനി ജമാഅത്ത് നിസ്കാരത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടി പ്രതിഫലം ഉണ്ടാകും? 27 ഇരട്ടി പ്രതിഫലമാണ് ഉണ്ടാവുക അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടിയാണ് പ്രതിഫലം. ജമാഅത്തിൻ്റെ പുണ്യം ലഭിക്കും ആർക്ക്? ഇമാമിൻ്റെ സലാമിൻ്റെ അല്പം മുമ്പെങ്കിലും തുടർന്നവർക്ക്. അപ്പോൾ ഇമാമ് സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പെങ്കിലും ഇമാമിനെ തുടർന്നാൽ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ ആദ്യ റക്അത്തിൽ തന്നെ തുടർന്ന ആളുടെ പ്രതിഫലം കിട്ടുമോ? അതില്ല. ജമാഅത്ത് കിട്ടിയെന്ന് പറയാൻ ജമാഅത്തായി നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ പിന്നെ ഏറ്റവും ഇമാമിൻ്റെ തക്ബീറിനോട് ചേർന്ന് പിന്തുടരുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക. അത് വൈകുന്നതിനനുസരിച്ച് പ്രതിഫലം കുറയും. ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി, പുണ്യം കിട്ടാൻ വേണ്ടി ഇമാം സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് തുടർന്നാൽ മതി. പിന്തി തുടർന്നവന് റക്അത്ത് കിട്ടും എപ്പോൾ? അപ്പോൾ ഇമാമിനെ കുറച്ച് പിന്തിയിട്ടാണ് അല്ലേ, കുറച്ച് വൈകിട്ടാണ് തുടരുന്നത് വിചാരിച്ചോ. അപ്പോൾ എപ്പോഴാണ് റക്അത്ത് കിട്ടുക? ഇമാമിനോടൊപ്പം റുക്കൂയിൽ അടങ്ങി താമസിച്ചാൽ. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിയാണ് വന്നത്, ഇമാം ഫാത്തിഹയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആ റക്അത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇമാമിനോടൊപ്പം റുക്കൂയിൽ അടങ്ങി താമസിക്കുക, തുമഅനീനത്ത് അല്ലേ? അപ്പോൾ ഇമാമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? അല്പസമയം ഒരു സുബ്ഹാനല്ലാഹൊക്കെ പറയുന്ന ഇച്ചിരി സമയം നമ്മളും ഇമാമും റുക്കൂയിൽ ഒരുപോലെ അടങ്ങി നിൽക്കണം. അപ്പോൾ നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ ഇമാമ് പൊന്തുക എന്നുള്ള രീതിയിലല്ല, നമ്മളും ഇമാമും ഒരേപോലെ അല്പനേരം റുക്കൂയിലായിരിക്കണം. അതാണ് അടങ്ങി താമസിക്കൽ. ഇനി ഫാസിക്കിനോടും മുബ്തദിഇനോടും തുടരുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ ഫാസിക്കായ ആളെന്താണെന്നൊക്കെ നമ്മൾ റമളാൻ നോമ്പുകൾ എന്നിൽ പറഞ്ഞില്ലേ? സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക? ചെറിയ ദോഷങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ നന്മകളേക്കാൾ തിന്മകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വൻദോഷം ചെയ്ത ആൾ, ഇങ്ങനെയുള്ള ആളാണ് ഫാസിക്കുകൾ. അതുപോലെ തന്നെ പുത്തൻ ആശയക്കാരനാണ് അല്ലേ? ഇസ്ലാമിലില്ലാത്ത ബിദ്അത്തുൽ ലലാല, ബിദ്അത്തുൽ ഹസനയൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല വിവരമുള്ള മക്കളായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുബ്തദിഇനോടും തുടരുന്ന വിധി എന്താണ്? കറാഹത്താണ്. ഇനി മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ ജുമുഅക്കുള്ള ഷർത്തുകൾ എത്രയാണ്? 6 ആണ്. അപ്പോൾ സാധാരണ നിസ്കാരങ്ങൾക്കുള്ള ഷർത്തുകൾക്ക് പുറമെ ജുമുഅക്ക് പ്രത്യേകമായിട്ടുള്ള ഷർത്തുകൾ എത്രയാണ്? 6 ഷർത്തുകളാണ്. ഇനി വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കഹ്ഫാണ്. ഓതലുണ്ടോ? സ്കൂളൊക്കെ ഉള്ള ദിവസം ചിലപ്പോൾ സമയം കിട്ടില്ല, സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ സൂറത്തുൽ കഹ്ഫൊക്കെ എന്ത് ചെയ്യുക? ഓതുക കേട്ടോ. വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ജുമുഅ ഖുത്ബയുടെ ഷർത്തുകൾ എത്രയാണ്? 9 കേട്ടോ. ജുമുഅ ഖുത്ബയുടെ ഷർത്തുകൾ 9. ജുമുഅ ഖുത്ബയുടെ ഫർളുകൾ എത്രയാണ്? 5. ഇനി മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ മയ്യിത്ത് നിസ്കാരത്തിനുള്ള ഷർത്തുകൾ എത്രയാണ്? 2. മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകൾക്ക് പുറമെ മയ്യിത്ത് നിസ്കാരത്തിനുള്ള ഷർത്തുകൾ എത്രയാണ്? 2. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണ്? 7. മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണ്? 7. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം എക്സാമിന് പോവുക. നല്ല സമാധാനത്തോടെ പോവുക, സന്തോഷത്തോടെ പോവുക, ദുആ ചെയ്യുക. എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.